പി ജിയുടെ ഫസ്റ്റ് സെമ്മ് കംപ്ലീറ്റ് ആയി. സമയം പോയ വഴിയേ അറിഞ്ഞിട്ടില്ല. എല്ലാം ഇന്നലെ തുടങ്ങിയതുപോലെ ഉണ്ട്. എന്ത് പെട്ടെന്ന് ഈ മിസ്സുമാരൊക്കെ പഠിപ്പിച്ച് തീർത്തേ. എന്ത് പെട്ടെന്ന് സമയം പോയി, എന്ത് പെട്ടെന്ന് ദിവസം പോയി. ഒരു സാധനം പെടുത്തുകിടില്ല. എല്ലാം ഫസ്റ്റ് ഡേ തുടങ്ങിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ തോന്നുന്നത്. ഞങ്ങളിപ്പോൾ മൊത്തം 5 പേരാണ് ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് നടക്കുന്നത്. ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് കമ്പനിയാണെങ്കിലും ഞങ്ങൾ 5 പേര് സെപ്പറേറ്റ് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് പോലെ. എല്ലാ കോളേജിലുള്ളവർക്ക് തന്നെ ഗ്യാങ്. സോ ഞങ്ങൾ 5 പേരാണ് ഗ്യാങ്ങായിട്ട് നടക്കുന്നത്. ഞങ്ങൾ ഇന്ന ആൾ കൊള്ളാം, അല്ലെങ്കിൽ ഇവനെ കമ്പനിയായിട്ട് കൊള്ളാം, ഇവളെ കമ്പനിയാക്കാൻ കൊള്ളാം എന്നും പറഞ്ഞ് ഫ്രണ്ട്സ് ആയവരല്ല. മറിച്ച് ഫസ്റ്റ് ഡേ ഞാനും ആരതിയും സ്വാഭാവികമായിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ബെഞ്ച് ഇരിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ കൃത്യനിഷ്ഠ ഭയങ്കര കൂടുതലായതുകൊണ്ട് ക്ലാസ് ലേറ്റ് ആയിട്ട് വന്ന വേറെ 2 ഐറ്റങ്ങളാണ് അമലവും വിനിയും. സോ ഞങ്ങൾ 4 പേരും ഫസ്റ്റ് ഡേ തൊട്ട് ഒരു ബെഞ്ചിലിരിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ അതോട്ട് അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന ഒരാളാണ് കിരൺ എന്നും പറയാം. സോ അവൻ വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ്സൊക്കെ തുടങ്ങുന്നത് ഈ ഫസ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇനാഗ്രേഷൻ പോലത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഓറിയൻറ്റേഷൻ ക്ലാസ്. ആ പരിപാടിക്ക് വന്ന ദിവസം ഇവന് ക്ലാസ്സിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഞാനും ആരുടെയും കൂടെ ആയിരുന്നു. സോ അന്നത്തെ ദിവസം തൊട്ട് ഇവനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പക്ഷേ വേറെ കണക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് സംസാരിക്കാൻ പോയില്ല. പക്ഷേ ക്ലാസ് തുടങ്ങിയ അന്ന് ഞങ്ങളുടെ ബെഞ്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ ബെഞ്ചിലായിരുന്നു അവനിരുന്നത്. സ്വാഭാവികമായിട്ടും അവൻ്റെ അപ്പുറത്തിരുന്ന പിള്ളേരോട് സംസാരിക്കാത്തത് കൊണ്ടാണോ അതോ അവന് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഇൻട്രോവേർട്ടിൻ്റെ ഒരു വേറെ വെർഷൻ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. അവൻ ഞങ്ങളുടെ അടുത്ത് തിരിഞ്ഞു നോക്കിയിട്ട് എന്തോ ചോദിച്ചു, എന്നെയും കൂടെ മൈൻഡാക്കണേ എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അന്ന് തൊട്ട് അവനെയും കൂടെ സംസാരിക്കാൻ തുടങ്ങി, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ അവൻ ഫുഡ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്നിനി വീട്ടിൽ പോകണ്ട, ഞങ്ങളിവിടെ കഴിക്കാം എന്ന് പറഞ്ഞു പോയി. സോ അന്നത്തെ ദിവസം തൊട്ട് ഞങ്ങളോടാണ് അവൻ്റെ ഫുഡ് കഴിപ്പും എല്ലാം. പിന്നെ ആരതിയും ഞാനും നേരത്തെ തൊട്ടേ മാറിയും കയറിയും ഫുഡ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇവനും കൂടെ വന്ന സ്ഥിതിക്ക് അന്ന് ഇവനും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഓരോ ദിവസം ഇട്ട് ഫസ്റ്റ് ഡേ ഞാനാണെങ്കിൽ സെക്കൻഡ് ഡേ ആരതി, തേർഡ് ഡേ കിരൺ. ഞങ്ങൾ 3 പേര് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഫുഡ് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ടിരുന്നു. പിന്നെ അമലും വിനിയും കൂടെ കൊണ്ടുവരുന്നത് ഒറ്റ പാത്രത്തിലാണ്. കാരണം 5 പേർക്കുള്ള ഫുഡ് ഒരു ദിവസം വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ അമ്മ വല്ലതും പറയും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇടയ്ക്കാതൊരു കമത്തുക, തിന്നുക, ഇത് തന്നെ വഴി. കോളേജ് വേറെ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഫുഡ് അടി അത് മസ്റ്റാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സിന് പോകുമ്പോൾ പരിപാടിക്ക് പോകുമ്പോൾ മാത്രമേ ഞാൻ വ്ലോഗിൻ്റെ വീഡിയോ ഇടാറുള്ളൂ. പക്ഷേ എന്തോ പി ജിക്ക് കയറി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും കാര്യങ്ങൾ ഇങ്ങനെ ഇടണം, വലുതാകുമ്പോൾ എടുത്ത് നോക്കണം എന്നൊരാഗ്രഹം. സോ അങ്ങനെ തുടങ്ങിയതായിരുന്നു ഈ ഡെയിലി വ്ലോഗിൻ്റെ പരിപാടിയെങ്കിലും ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തയ്ക്കാനും വീഡിയോ എടുപ്പിനും റെക്കോർഡിങ്ങിനും എല്ലാം കൂടെ സമയം കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളത് സൈഡിലേക്ക് ഒഴിവാക്കി. പിന്നെ ആ ഉണ്ടായിരുന്ന സാധനം നമ്മൾ വീക്ക്ലി ആക്കി. പിന്നെ അത് മന്ത്ലി പോലും ഇടാൻ സമയം കിട്ടാതെ. സോ നമ്മുടെ 1.5 മാസത്തെ വീഡിയോസ് എങ്ങാണ്ടാന്ന് തോന്നി കൺക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പി ജി കയറിയിട്ട് പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്തു, ഒരേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാരണം ഡിഗ്രി കണ്ടായിരുന്ന പല ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾക്കിപ്പോൾ കമ്പനിയില്ല. ഞങ്ങൾ ക്ലോസ് ആയിട്ട് ഉണ്ടാകും എന്ന് വിചാരിച്ചവരുമായിട്ട് ഞങ്ങൾക്കിപ്പോൾ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ അതേസമയം കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്ന ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളിപ്പോൾ നല്ല കമ്പനിയാണ്. ദിവസവും റീൽ അയക്കുന്നു, റിപ്ലൈ ഇടുന്നു, മെസ്സേജ് അയക്കുന്നു, സുഖമാണെന്ന് അന്വേഷിക്കുന്നു. സോ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളോട് കാണും എന്ന് വിചാരിക്കുന്നവർ പലപ്പോഴും നമ്മളോട് കാണാൻ സാധ്യതയില്ല. ജസ്റ്റ് ആ ഒരു സമയത്തേക്ക് മാത്രമേ നമ്മളെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പി ജിയിൽ ഇപ്പോൾ എല്ലാവരോടും മിങ്കിളാകുക, എല്ലാവരോടും സംസാരിക്കുക. ഇനി ഇൻ കേസ് ഇത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാരണവശം ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ കോൺടാക്റ്റോ ഇല്ലാതാവുകയാണെങ്കിൽ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. സോ ഡിഗ്രി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പി ജി കംപ്ലീറ്റ്ലി അടിപൊളിയാണ്. മിസ്സുമാരാണേലും ഫ്രണ്ട്സ് ആണേലും ഈവൻ ജൂനിയേഴ്സ് പുതുതായിട്ട് വന്നവരാണെങ്കിൽ പോലും എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു. ഒരുപാട് പരിപാടിക്ക് കയറാൻ പറ്റി. ഈ പി ജിയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈം ഡാൻസ് കളിക്കാൻ വേണ്ടി ഞങ്ങളുടെ കോളേജിൽ ഇൻഡോർ കോർട്ടിൽ കയറുന്നത്. ബാക്കി സ്റ്റേജിലും ബാക്കി ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇൻഡോറിൽ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ.